till the day I die. ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ്. ട്രിവാൻഡ്രം ജില്ലയിലെ നല്ല അടിപൊളി ഗോൾഡൻ റിട്രൈവർ ഡോഗ്സിനെയും ഗോൾഡൻ റിട്രൈവർ പപ്പീസിനെയും വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പപ്പീസ് എല്ലാം സർട്ടിഫൈഡ് ആണ്. അപ്പോൾ പപ്പീസിന്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പപ്പീസിനെ കുറിച്ചും ഈ ഒരു ഫാദർ ഡോഗിനെയും മദർ ഡോഗിനെ ഒക്കെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് കർണൻ. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം പൂജപ്പുരയാണ്. പൂജപ്പുരയിൽ എവിടെ ആയിട്ടാണ് ചേട്ടന്റെ കിണൽ വരുന്നത്? ഇത് നമ്മുടെ പൂജപ്പുരയിൽ നിന്ന് നേരെ വേട്ടമുക്ക് പോകുന്ന വഴി, അവിടെയാണ് ഈ സ്ഥലം വരുന്നത്. നമ്മുടെ കിണൽ വരുന്നത്. നമ്മുടെ കിണലിന്റെ നെയിം വന്നിട്ട് ഗോൾഡൻ പൗ എന്നാണ്. ഞങ്ങൾക്ക് ഗോൾഡൻ റിട്രീവർ മാത്രമേ ഞങ്ങൾ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ 5 മെയിൽ ഡോഗ് സ്റ്റഡ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മെയിൽ ഡോഗ് ഉണ്ട്. പിന്നെ ബ്രീഡിംഗ് ഡോഗായിട്ട് 10 ഫീമെയിൽ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഷോ പർപ്പസിനുള്ള ഡോഗ്സ് ഉണ്ട്. ചാമ്പ്യൻ ഡോഗ് ഉണ്ട്. അങ്ങനെ നിരവധി നല്ല ലൈനിൽപ്പെട്ട മെയിലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് 5 ഗോൾഡൻ റിട്രൈവറിന്റെ സെറ്റ് മെയിൽസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ വ്യൂസിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എത്ര മെയിലിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പറ്റുന്നത്? നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2 മെയിലിനെയാണ്. 2 മെയിൽ മെയിൽസിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കിവിടെ പപ്പീസ് ഉണ്ടല്ലോ. അപ്പം ഈ 2 മെയിലിൽ ഒരു മെയിലിന്റെ പപ്പികളല്ലേ ഇപ്പം നിലവിലൂടെ ഉള്ളത്? അതെ. നമുക്ക് ആ വീഡിയോയിലൂടെ തന്നെ പപ്പീസിനെയും ഈ മെയിൽസിനെയൊക്കെ നമുക്ക് ഇനി പരിചയപ്പെടാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 2 മെയിൽ ഡോഗാണ് ഞങ്ങളുടെ. ഇതാണ് നമ്മുടെ 5 മെയിൽസിൽ ഉള്ളതിൽ ഏറ്റവും നല്ല 2 മെയിലാണ്. അപ്പൊ നമുക്ക് ഈ മെയിലിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ഇവര് 2 പേരും പഞ്ചാബിലുള്ളവരാണ്. 2 പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇവൻ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഇത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഇവന്റെ പേര് സിക്കന്ദർ. അതെ. ഇവന്റെ ഫാദർ വരുന്നത് ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടാണ്. ഹ്യൂഗോ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. മദർ ഇന്ത്യൻ ചാമ്പ്യൻ ഗോൾഡി എന്ന് പറയും. ഇതിനെ ഞാൻ കൊണ്ടുവന്ന് പൂനെ ഇരുന്നാണ്. ഇവന്റെ ജനറ്റിക് വന്നിട്ട് പഞ്ചാബാണ്. ഇവനെ ഞാൻ പഞ്ചാബിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇവനും 2 പേരും ഞാൻ ഷോയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഷോ പർപ്പസിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഗോൾഡൻ റിട്രൈവറിൽ തന്നെ അമേരിക്കനും ഉണ്ട്, യൂറോപ്യനും ഉണ്ട്. ഇവർ ഏത് സെക്ഷനിൽ വരുന്നത്? ഇവർ പ്യൂർ അമേരിക്കനാണ്. അതെ. അപ്പൊ നമുക്ക് നിലവിലുള്ള പപ്പീസ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയുള്ള എൻക്വയറീസ് കൂടുതൽ വരുന്നത്? കൂടുതലും ഗാർഡിങ്ങിനാണോ ആൾക്കാർ നോക്കുന്നത്, അതോ പെറ്റ് ഡോഗ് ആയിട്ട് വളർത്താൻ മാത്രം നോക്കുന്നവരാണോ? എങ്ങനെയുള്ള എൻക്വയറീസ് കൂടുതൽ വരുന്നത്? അല്ല, നമുക്ക് വരുന്നത് പെറ്റ് ഡോഗ് ആയിട്ട് വളർത്തുന്നവരാണ് കൂടുതൽ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഗോൾഡൻ റിട്രീവർ എന്ന് പറയുന്നത് ഗാർഡിംഗ് പർപ്പസിനുള്ളതല്ല. ഇത് കമ്പനിയൻ ഡോഗാണ്. അതുകൊണ്ട് പെറ്റായിട്ട് വളർത്താനേ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒരാൾ ഗോൾഡൻ റിട്രീവർ പപ്പിയെ മേടിക്കാൻ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? അതായത് നമുക്കിപ്പം എങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഇപ്പോൾ നമുക്ക് ഗോൾഡൻ റിട്രീവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫൈഡ് ഉള്ള പപ്പീസാണ് മാക്സിമം പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഫാദറും മദറും നോക്കി സർട്ടിഫൈഡ് ആണെന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അഡ്വൈസബിൾ. ഇപ്പൊ പപ്പീസ് സർട്ടിഫൈഡും നോൺ സർട്ടിഫൈഡും ആണ് ഉള്ളത്. അപ്പം നോൺ സർട്ടിഫൈഡ് ആകുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? എങ്ങനെയാണ്? നോൺ സർട്ടിഫൈഡ് വരുന്നത് വന്നിട്ട് ഫീമെയിൽ സൈഡൊക്കെ ചിലപ്പം ക്വാളിറ്റി തീരെ കുറഞ്ഞ ഫീമെയിൽ ആയിരിക്കും. അപ്പൊ അവർക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണത്തില്ല. അപ്പൊ അതിന്റെ പപ്പീസ് വരുമ്പോഴേ അത്ര ഗ്രോത്തേ കാണത്തുള്ളൂ. അത്ര പ്യുവറായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള ക്വാളിറ്റി ഉള്ള കുട്ടികളെ കിട്ടത്തില്ല നോൺ സർട്ടിഫൈഡ് പപ്പീസ് ഒന്നും. ഇതേ സർട്ടിഫൈഡ് പപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാം. നല്ല ഫ്യൂച്ചറിൽ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ആയിരിക്കും വളർന്നു വരുമ്പോഴും. അപ്പൊ ഇവര് നല്ല ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിനകത്തിട്ട് വളർത്തുന്നതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പൊ ഡോഗ്സ് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കൽ എന്തായാലും ഷട്ടിങ് പീരീഡ് ഉണ്ടാവും. എല്ലാ ഡോഗ്സിനും ഉണ്ടാവും. അപ്പൊ നമ്മൾ മാക്സിമം അവരെ നമ്മൾ കോംബ് ചെയ്ത് ആഴ്ചയിലൊരിക്കൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി ഗ്രൂം ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു പരിധി വരെ നമുക്ക് അതിനെ ഷട്ടിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഗോൾഡൻ റിട്രീവർ പപ്പീസിനെ വളർത്തുന്ന ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഹീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. ഇവർക്ക് കുറച്ച് തണുത്ത ഒരു ക്ലൈമറ്റ് ആണ് ഇഷ്ടം. നമ്മൾ ഫാൻ എപ്പോഴും കൊടുക്കേണ്ടി വരും. ഫാന് അല്ലാന്നുണ്ടെ AC അങ്ങനെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബോഡി സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. മുടിയും നല്ല എപ്പോഴും ഒരു പുഷ് പോട്ടായിട്ട് കാണും നമുക്ക്. പിന്നെ ഇവർക്ക് പപ്പി സ്റ്റേജിലും അതുപോലെ തന്നെ ഒരു വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, ഇതിപ്പോ നമ്മള് പപ്പി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന സ്റ്റാർട്ടർ ഫുഡാണ്. സ്റ്റാർട്ടർ ഫുഡ് വന്നിട്ട് ഒരു 3 മാസം വരെ സ്റ്റാർട്ടർ ഫുഡ് ഫീഡ് ചെയ്യുക. 2 to 3 മാസം വരെ സ്റ്റാർട്ടർ ഫുഡ് ഫീഡ് ചെയ്യുക. പിന്നെ അതിനുശേഷം പപ്പി ഫുഡ് ഫീഡ് ചെയ്യുക. ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം നോർമൽ ഫുഡിലോട്ട് മാറുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നോർമൽ ഫുഡ് എന്ന് പറയാൻ നമുക്ക് ചോറ്, ചിക്കൻ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. വീട്ടിൽ ചിലർക്ക് റൈസ് കൊടുക്കണം, ചിക്കൻ കൊടുക്കണം എന്നൊക്കെ താല്പര്യം കാണും. അപ്പൊ അത് നമുക്ക് മാക്സിമം ഇതിന് കൊടുത്തുകൂടാത്ത ചില ഫുഡുണ്ട്.
അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. അതെന്താ കൊടുത്തുവിടാത്ത ഫുഡ് എന്ന് പറയുമ്പോൾ? കൊടുത്തുവിടാത്ത ഫുഡ് വെജിറ്റബിൾസിൽ വന്നിട്ട് ഇപ്പോൾ ഓണിയൻ കൊടുക്കാൻ പാടില്ല, വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റം ഒന്നും കൊടുക്കാൻ പാടില്ല. ചിലർ ഈ ഗ്രേപ്സ് നട്ട്സ് ഒക്കെ കൊടുക്കും, അതൊന്നും മധുരമുള്ള ഐറ്റം, ചോക്ലേറ്റ്സ് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒന്നും പട്ടിക്ക് കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അതിന് വന്നിട്ട് വിരയുടെ ശല്യം ഉണ്ടാവും, വാമിങ്ങിന്റെ ശല്യം ഉണ്ടാവും, പിന്നെ അതിന്റെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവും, സ്റ്റമക്കിന് പ്രോബ്ലം ഉണ്ടാവും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും, മധുരമുള്ള ഐറ്റം ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിനി പപ്പീസിനെ പരിചയപ്പെടാം. ഇപ്പോൾ ഉള്ള നിലവിലുള്ളത് ഇവന്റെ പപ്പീസാണ് ഉള്ളത്. നമുക്ക് 6 പപ്പിയുണ്ട്, 3 മെയില് 3 ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ. നേരത്തെ കാണിച്ച ഡാർക്ക് ഷെയ്ഡുള്ള മെയിലിന്റെ പപ്പീസാണ്. ഇവർക്കിപ്പോൾ 38 days ആയി. ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സർട്ടിഫൈഡ് ഉള്ള പപ്പീസാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇതിനിപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത് വന്നിട്ട് RC ആണ്, സ്റ്റാർട്ടർ ഫുഡാണ്. റോയൽ കാനിന്റെ അല്ലേ? റോയൽ കാനിന്റെ സ്റ്റാർട്ടർ ഫുഡാണ്. അപ്പോൾ ഇവരുടെ ലൈനേജ് വരുന്നത് വന്നിട്ട് നമ്മുടെ സീക്കോൺ ലൈനേജിൽപ്പെട്ട ആ ഒരു ലൈനേജിലാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ എത്ര ദിവസമായി കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ 38 days ആയി. 38 days ആയില്ലേ? ഇപ്പം നല്ല സൈസ് ഉണ്ട്. നമുക്ക് പപ്പീസും തമ്മിൽ കാണുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഓക്കെ. ഇത് വന്നിട്ട് അത് ലൈനേജിൽപ്പെട്ട ഇനത്തിൽ വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഓഫീസാണ്. ഇപ്പൊ നമുക്ക് ഈ ലോക്കൽ ആയിട്ടുള്ള ബ്രീഡ് അല്ല. ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാ, സ്റ്റാർട്ടിങ് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 20 to 30 ആണ് വരുന്നത്. 20 to 30. അതെ. നമ്മൾ വാക്സിൻ ഒക്കെ എടുത്ത് 45 days ശേഷമാണോ കൊടുക്കുന്നത്, അതോ അതിന് മുമ്പായിട്ട് തന്നെ? അല്ല, കസ്റ്റമർ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 30 days കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. കാര്യം നല്ല കരടി കുട്ടന്മാരെ കണക്കിരിക്കുകയാണ്. എന്ത് ക്യൂട്ടാണല്ലേ ഇവരെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക. പപ്പിയുടെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഉള്ള പപ്പീസ് ഈ ഒരു പ്രൈസിന് ശരിക്കും വർത്ത് ആണ്. കാര്യം അത്രയ്ക്ക് അടിപൊളി ക്വാളിറ്റിയാണ്. നിങ്ങളിപ്പോൾ സ്റ്റഡ് സർവീസിന് വേണ്ടിയിട്ട് ഒരു പപ്പീനെ എടുത്ത് വളർത്താനാണെങ്കിലും അല്ലെങ്കിൽ ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നോക്കുന്നതാണെങ്കിലും ഈ ഒരു ക്വാളിറ്റിയിലുള്ള പപ്പീസിനെ എടുത്ത് ചെയ്യുവാണെങ്കിൽ ശരിക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.